വക്കുകളുടെ ആകെ നീളം 60 സെൻറ്റിമീറ്റർ ആയ ക്യൂബിൻ്റെ വ്യാപ്തം കാണുക. വക്കുകളുടെ ആകെ നീളം 60 സെൻറ്റിമീറ്റർ ആയ ക്യൂബിൻ്റെ വ്യാപ്തം. വക്കുകളുടെ ആകെ നീളം ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ്. വക്കുകളുടെ ആകെ നീളം ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ് 60 സെൻറ്റിമീറ്റർ ആണ്. ക്യൂബ് പറഞ്ഞാൽ സമചതുരക്കട്ടയാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട. അതിൻ്റെ വോളിയം കാണണം. വ്യാപ്തം, വോളിയം. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? എ ക്യൂബാണ്. അതായത് വശം ക്യൂബ്. ക്യൂബിൻ്റെ വ്യാപ്തം കാണാൻ വശത്തിൻ്റെ ക്യൂബ് കണ്ടാൽ മതി. എ ക്യൂബ്, വശം ക്യൂബ് കാണണം. അതിന് നമുക്കിവിടെ വശം അറിയില്ല. എന്താ അറിയുക? വക്കുകളുടെ ആകെ നീളം. വക്ക് എന്ന് പറഞ്ഞ വശം തന്നെയാണ്. പക്ഷേ എല്ലാ വശങ്ങളുടെയും കൂടി നീളം നമുക്ക് ഒരു വശത്തിന് നീളമാണ് അറിയേണ്ടത്. ഇവിടെ എല്ലാ വശങ്ങളുടെയും കൂടി നീളം 60 തന്നിരിക്കുന്നത്. ക്യൂബിന് എത്ര വശങ്ങളുണ്ട്? ആകെ 12 വശങ്ങളുണ്ട്. ആകെ 12 വക്കുകളുണ്ട് ക്യൂബിന് ആകെ 12 വക്കുണ്ട്. എല്ലാ വക്കുകളും തുല്യമായിരിക്കും. സമചതുരക്കട്ടയല്ലേ? സമചതുരക്കട്ട പറഞ്ഞാൽ ക്യൂബ് പറഞ്ഞാൽ എല്ലാ വക്കുകളും തുല്യമായിരിക്കും. വശങ്ങളെല്ലാം തുല്യം. അപ്പോൾ ആകെ 12 വക്കുണ്ട്. ഈ 12 വക്കിൻ്റെയും കൂടി നീളമാണ് 60. അപ്പോൾ ഒരു വക്കിൻ്റെ നീളം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60/12. ആകെ 12 വക്കുണ്ട്. ഈ 12 വക്കും തുല്യ നീളമുള്ളവയാണ്. അപ്പോൾ ഒരു വക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വശത്തെ നീളം കാണാൻ 60നെ 12 ഹരിക്കുക. എത്ര വരും? I12 60, 5 സെൻറ്റിമീറ്റർ. നമുക്ക് ഒരു വക്കിൻ്റെ നീളം അല്ലെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം കിട്ടി 5 സെൻറ്റിമീറ്റർ. ഇനി വ്യാപ്തം എങ്ങനെ? എ ക്യൂബ്, വശത്തിൻ്റെ ക്യൂബ്. വശം എത്രയാണ്? 5 ആണ്. അപ്പോൾ എ ക്യൂബ് പറയുമ്പോൾ 5 ക്യൂബ്. 5 ക്യൂബ് എങ്ങനെ കാണുക? 5 3 തവണ ഗുണിക്കുക. 5 × 5 × 5 5 × 5 25 × 5 ഉത്തരം 125 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ. 125 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ ആണ് ഉത്തരം.